അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ജാനകിയും ജലജയും അറിയുന്നുണ്ട് കേട്ടോ. നയനയാണ് ദേവയാനിക്ക് കരൾ നൽകിയതെന്ന്. പക്ഷേ ഈ കാര്യം പറഞ്ഞാൽ ദേവയാനിക്ക് നയനോട് സ്നേഹമാകുമോ, നയനയ്ക്ക് വീടിന്റെ അവകാശം മുഴുവൻ നൽകുമോ എന്നുള്ളൊരു പേടി കാരണം ജാനകിയും ജലജയും ഈ സത്യങ്ങളൊന്നും ദേവയാനിയോട് പറയുന്നില്ല. അവക്ക് എന്തോ തലയുറ്റിലായിട്ട് പോയതാ, അതിനാ ഇത്ര വലിയ ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സത്യങ്ങളൊക്കെ ദേവയാനോട് മറച്ചു വെക്കുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, അവളാണ് എനിക്ക് കരൾ നൽകിയതെങ്കിൽ എൻ്റെ ജീവൻ പോലും അവൾക്ക് കൊടുക്കാൻ തയ്യാറായേനെ. എൻ്റെ മരുമകളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എന്നെ ബ്ലഡ് നൽകി പോലും സഹായിക്കാൻ അവൾ തയ്യാറായില്ലല്ലോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് വരുന്ന നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട് കേട്ടോ. നവ്യ പോയിട്ട് ആദർശനോട് പറയാണ്, ആദർശേട്ടാ വല്യമ്മ പറഞ്ഞത് ഞാൻ കേട്ടതാ, നയനയാണ് കരൾ നൽകിയെന്ന് അറിഞ്ഞെങ്കിൽ വല്യമ്മയുടെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാവുമെന്ന്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അമ്മായിയോട് തുറന്ന് പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പം ആദർശ് പറയാണ്, വേണ്ട, ഇപ്പം എന്തായാലും വേണ്ട. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇപ്പോൾ എല്ലാവരും മുമ്പിൽ വെച്ച് അവളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഓരോന്നൊക്കെ പറയുന്നതായിരിക്കും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നവ്യ വിളിച്ചിട്ട് നയനോട് ചോദിക്കാണ്, അല്ല നിനക്ക് എങ്ങനെയുണ്ട്, കുറവായോ, ഇങ്ങോട്ടേക്ക് വരാനുള്ള വലുതായോ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ലേ ചേച്ചി, 1 മാസമല്ലേ ആയുള്ളൂ, 1 മാസം കഴിയട്ടെ എന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത്. അവിടെ വന്നാൽ ജോലി ചെയ്യേണ്ടി വന്നാൽ എല്ലാവരോടും കാര്യങ്ങൾ പറയേണ്ടി വരില്ലേ, എങ്ങനെ പോയാലും 2 മാസമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ ശരിയാ, നീ ഇവിടെ വന്നാലും എല്ലാവർക്കും നിന്നോട് ദേഷ്യമായിരിക്കും, സംഭവങ്ങളൊന്നും ആർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് നിന്നെ ജോലി ഏൽപ്പിക്കാനേ എല്ലാവരും ശ്രമിക്കുള്ളൂ, അതുകൊണ്ട് മോൾ ഇങ്ങോട്ട് വരണ്ട. നയന പറയുന്നുണ്ട്, ചേച്ചി സൂക്ഷിക്കണേ, ആ അനാമിക അവള് ഭയങ്കര ഭീകരിയാ, അന്ന് തന്നെ പാലില് എന്തോ ചേർത്ത് ചേച്ചിയെ കൊല്ലാൻ നോക്കിയത് അവളാ, ചേച്ചിനെയും നമ്മുടെ കുഞ്ഞിനെയും നോക്കിക്കോണേ എന്ന് പറയുന്നുണ്ട്. നീ പേടിക്കണടി, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതുപോലെ തന്നെ നമ്മുടെ ആ വീഡിയോ കയ്യിലുള്ളതുകൊണ്ട് എൻ്റെ അമ്മായിമ്മനെ വരച്ച് വരൽ നിർത്തിയിരിക്കുക എന്ന് പറയാണ്. സൂക്ഷിച്ചോണേ ചേച്ചി, അവരും അവളുടെ കൈ തന്നെയാ, അതുകൊണ്ട് എല്ലാവരും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്താലൊന്നും പറയാൻ പറ്റില്ല, ചേച്ചിയുടെ ഫോണും അടിച്ചു മാറ്റാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് സൂക്ഷിച്ചോണേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നവ്യ ശരിടി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ജലജയും ജാനകിയും കൂടി പുറത്തുനിന്ന് സംസാരിക്കുകയാണ്. എങ്കിലും അവൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അല്ലേ. ജലജ പറയുന്നുണ്ട്, അതെ അതെ, അവളുടെ ലക്ഷ്യം വേറൊന്നുമല്ല, ഈ സ്വത്ത് തന്നെയാ. കരൾ കൊടുത്താൽ എന്താ, ദേവയാനിയുടെ നമ്മുടെ സ്വത്തുക്കൾ മുഴുവനും കൈക്കലാക്കാലോ. ഇപ്പൊ തന്നെ അച്ഛനും അമ്മയും സ്വത്തുക്കൾ മുഴുവനും അവകാശവും അവൾക്ക് ആദർശനും എന്നാ പറയുന്നേ. ഈ ഒരു സംഭവം കാണാം അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി അവർക്കത് പറയില്ലേ. ജാനകി പറയാണ്, ജലജെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അച്ഛനും അമ്മയൊക്കെ സംഭവം അറിഞ്ഞിട്ടുണ്ട്. കാരണം 100 പവന്റെ സ്വർണം അവൾ ആ വീട്ടിലേക്ക് പോയിടം തന്നെ അച്ഛനും അമ്മയും കൊണ്ട് കൊടുത്തത് കണ്ടില്ലേ. അതിന്റെ കാരണം എന്താ, അവള് കരൾ കൊടുത്തത് അവളാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കില്ലേ അച്ഛനും അമ്മയും ആ സാധനം കൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. പിന്നെ എൻ്റെ മോൻ അനി, അവൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ, അവൻ നന്ദുവിനെ കാണാനല്ല പകരം നയനയെ കാണാൻ അങ്ങോട്ടേക്ക് പോയത്. പിന്നെ എൻ്റെ ഭർത്താവും നിന്റെ ഏട്ടനും എല്ലാവരും അവളെ ഇത്ര പൊക്കിപ്പ് പറയാനുള്ള കാരണവും അത് തന്നെയാ. എൻ്റെ ഭർത്താവിന് പോലും രഹസ്യങ്ങളെല്ലാം അറിയാം, എന്നോട് മറച്ചു വെച്ചു എല്ലാവരും. ഇപ്പൊ സത്യങ്ങൾ അറിയാത്തതേ ഞാനും നീയും പിന്നെ ദേവയാനി ചേച്ചിയും എൻ്റെ മരുമകളും മാത്രം, ബാക്കി എല്ലാവർക്കും ഈ വീട്ടിലെ സത്യങ്ങളൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമായി, ദേവയാനി ചേച്ചി ഒന്നും അറിഞ്ഞില്ലല്ലോ. ജാനകി പറയാണ്, അറിഞ്ഞാലോ, എന്നെങ്കിലും അറിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലേ, അങ്ങനെ അറിഞ്ഞാൽ തീർച്ചയായിട്ടും ചേച്ചി അവളെ കൈവളെ കൊണ്ടുനടക്കുന്നുള്ള കാര്യം ഉറപ്പാ, പിന്നെ നമ്മുടെയൊക്കെ സ്ഥാനം ഔട്ടാ. ഇപ്പൊ തന്നെ അവളെ ഡിസൈനർ ആക്കുന്ന ഒരു കാര്യമൊക്കെ ചർച്ചയാവുന്നുണ്ട്, ഇങ്ങനെ പോയാൽ അവളെ തന്നെ ഹെഡ് ഡിസൈനർ ആക്കും, എനിക്കിത് ഉറപ്പാ എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ പറയാണ്, ഒരു കാരണവശാലും ചേച്ചി അറിയാൻ പാടില്ല, ഇവര് മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദേവയാനി ആ പെൺകുട്ടിയെ കാണുന്ന നിർബന്ധം പഠിച്ചപ്പോൾ മറ്റേതൊരു പെൺകുട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ ജയന്റെയൊക്കെ ചർച്ചയിൽ നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്തായാലും അവരിപ്പോൾ ഒന്നും സത്യം തോന്നുന്നു പറയാൻ പോകുന്നില്ല, അതും നമുക്ക് നല്ലൊരു ചാൻസാ. ഇവരായിട്ട് എന്തായാലും സത്യം തോന്നുന്നു പറയില്ല, അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് നമുക്ക് മുതലാക്കണം. ചേച്ചിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച് നയനയാണ് ഈ കരൾ നൽകിയെന്നുള്ള കാര്യം ചേച്ചി അറിയാൻ പാടില്ല എന്നിവർ രണ്ടിനും പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പതിയെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ജാനകിയുടെ ജലജയും ഈ സംസാരങ്ങളെല്ലാം ദേവയാനി കേൾക്കാണ് കേട്ടോ. അപ്പൊ കരൾ നൽകിയ കുട്ടീന്ന് മാത്രം പറഞ്ഞാണ് അവർ കേൾക്കുന്നത്. അപ്പം നയനയാണ് എന്നൊരു സംഭവം നമ്മുടെ ദേവയാനി കേൾക്കുന്നില്ല. എന്തായാലും ചേട്ടനൊക്കെ ആ കുട്ടീനെ ചേച്ചിയെ കാണിക്കാൻ കൊണ്ടുവരുന്നെന്ന് അറിയുന്നത്, ആ എന്തായാലും കാണിക്കട്ടെ, ചേച്ചി എന്നാലും ശരിക്കും ചെയ്യാവുന്നിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവേനെ വന്നിട്ട് പറയാണ്, ശരിയാ ജലജ നീ പറഞ്ഞത്, എനിക്ക് കരൾ നൽകിയ കുട്ടിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ 50 ലക്ഷം രൂപ കൊടുത്തുവിട്ടായിരുന്നു, ഇനിയും എൻ്റെ സ്വത്തുക്കൾ മുഴുവനും കൊടുക്കാനും ഞാൻ തയ്യാറാ.
എന്റെ ജീവൻ രക്ഷിച്ചത് ആ കുട്ടിയാ. ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്റെ സ്വന്തക്കാരോ എന്റെ മരുമകളോ പോലും ചെയ്യാത്തൊരു കാര്യ ആ കുട്ടി ചെയ്തത്, അതും ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ. അപ്പൊ അറിഞ്ഞ് ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ജാനകി ജലജയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ. ദേവേനി പറയാണ്, സത്യം പറഞ്ഞാ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ മരുമകള് അവൾ ഇവിടുന്ന് പോയല്ലോ, ഇനി അവളെങ്ങാണമാണോ എനിക്ക് കരൾ നൽകിയെന്ന് പലതവണയും ചിന്തിച്ചു. ആദർശ് ഒരു പ്രാവശ്യം പറഞ്ഞു അവളുടെ ഭർത്താവ് ബിസിനസ്സുകാരനാണെന്നും നയനയുടെ അതേ പ്രായമാണെന്നും അവളെപ്പോലെ തന്നെ ഇരിക്കുന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ അറിയാതൊരു തോന്നലുണ്ടായിപ്പോയി, ഇനി അവളെങ്ങാണമാണോ. അപ്പോഴേക്കും ജാനകി ചോദിക്കാണ്, എന്താ ഏട്ടത്തിക്കൊരു മനമാറ്റം പോലെ? ഇപ്പോ അടുത്തിടെയായിട്ട് എപ്പോഴും നയനെക്കുറിച്ച് അങ്ങ് നല്ല സോഫ്റ്റ് കോർണർ ആണല്ലോ പറയുമ്പോ. അങ്ങനെയൊന്നുമില്ല ജലജ പറയാണ്. അത് പിന്നെ ജാനകി, നേർച്ചയൊക്കെ വെച്ചിട്ടല്ലേ ഇവിടുന്ന് കുറെ പേര് മലയ്ക്ക് പോയത്. അമ്മായിമ്മയും മരുമകളും ഒന്നിക്കാൻ വേണ്ടി ഇവിടെ മാലിട്ട് നേർച്ച നേർന്നവരാ ഇവിടെയുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ചേച്ചിയുടെ മനസ്സ് മാറ്റിയതാണെങ്കിലോ. ദേവേനെ പറയുന്നുണ്ട്, ഇനി അതും പറഞ്ഞ് നിങ്ങൾ കാട് കയറണ്ട. ഞാൻ എന്തായാലും ആ പറിച്ചത് നിർത്തി, എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ദേവേനെ കയറി പോവാണ്. ശരിക്കും ദേവേന്റെ മനസ്സിൽ ആ ഒരു ദൈവത്തിന്റെ ഇടപെടൽ എന്നൊക്കെ പറയാലോ, അതുപോലെ ഉണ്ടായിട്ടുണ്ട്. ദേവയാനിക്ക് ചെറുതായിട്ടൊക്കെ നയനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. നയനയായിരുന്നു തനിക്ക് കൽ നൽകിയതെങ്കിൽ അങ്ങനെ ഒരുപാട് തവണ തന്നെ ദേവയാനി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല അവളുടെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടന്നു പോകുന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഒരു പെൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ നയനെ ആ ഒരു സമയത്തൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ദേവയാനി നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ആരും പറയാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് അവളൊന്നും പറയാതെ ഇരിക്കുന്നുണ്ട്. നയനയാണെങ്കിലും ആദർശ് നയനെ കാണാൻ ചെല്ലാണ്. നയന പറയാണ്, ആദർശിട്ടാ എനിക്ക് വീട്ടിലേക്ക് വരാൻ കൊതിയാവുകയാണ്, എത്ര നാളെ എല്ലാവരും ഒന്ന് കണ്ടിട്ട്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ആരെ കാണാനാ? അച്ഛനും ഇളയച്ചനും അനിയും ഞാനും നവ്യയും അതുപോലെ നിന്നെ സ്നേഹിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും നിന്നെ കാണാൻ വരുന്നുണ്ട്. അത് മതിയില്ല നിനക്ക്? അതല്ലാതെ നിന്നെ വെറുക്കുന്ന ഇളയമ്മേനെയും അതുപോലെ അപ്പച്ചീനെയും അവരുടെ മോളെയും മരുമോളെയൊക്കെ നിനക്ക് കാണണോ എന്നൊക്കെ ചോദിക്കാണ്. അതല്ല എങ്കിലും ആ വീട് ഒത്തിരി മിസ് ചെയ്യുന്നു. ഒരു വർഷം ഞാൻ അവിടെ ജീവിച്ചതല്ലേ, നമ്മുടെ മുറി ഒരുപാട് മിസ് ചെയ്യുന്നെന്ന് പറയാണ്. ആദർശ് പറയാണ്, ആ ഒരു മിസ്സിംഗ് ഫീൽ എനിക്കുണ്ട്. പിന്നെ ഞാൻ മലയ്ക്ക് പോയിട്ട് വന്നുള്ള കാര്യമൊന്നും മറക്കണ്ട. ഞാൻ പഴയ പോലെ പറഞ്ഞ കാര്യമൊക്കെ പൊടി തട്ടി എടുക്കണം. നമുക്ക് ഒരു കുഞ്ഞുമാവുന്ന സ്വപ്നം നമുക്ക് നേരിടണം. നവ്യെന്ന് പ്രസവിക്കട്ടെ, അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറയാണ്. നയന് പറയുന്നുണ്ട്, 3 മാസമാ റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെങ്കിലും ആകാം. അപ്പോഴേക്കും ആദർശ് നയനെ പറയാണ്, ആ സമയത്തിന് അമ്മ വേറെന്തെങ്കിലും പ്രശ്നം കൊണ്ട് വരുമോ? ആദർശ് പറയുന്നുണ്ട്, അതൊന്നും അറിയില്ല, അമ്മയുടെ സ്വഭാവമല്ലേ, അമ്മ എന്താ കാണിക്കാൻ പോണേന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഒരുങ്ങിയിരിക്കാം. പിന്നെ ഇന്നലെ ഒരു ടോക്ക് ഉണ്ടായി, നവ്യ കേട്ടതാ. എന്റെ മരുമകൾ എങ്ങാനാണ് കരൾ നൽകിയെന്നങ്ങ് അറിഞ്ഞാല് അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കും, ജീവനത്തിൽ സ്നേഹിക്കും എന്നൊക്കെ അമ്മ പറഞ്ഞെന്ന്. ആണോ? അങ്ങനെ അമ്മ പറഞ്ഞോ? അങ്ങനെ എന്നെ സ്നേഹിക്കാൻ ചാൻസ് ഉണ്ടോ? ആ, ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നേ. എങ്ങനെയാ? അമ്മയോട് പറഞ്ഞാലോ? ഇപ്പൊ വേണ്ട അത് ചേട്ടാ, ചിലപ്പോ അമ്മയെ ചുമ്മാ എറിഞ്ഞു നോക്കുന്നതാണെങ്കിലോ? എങ്ങാനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാല് അമ്മ വിഷയം ഉണ്ടാക്കി എന്ത് ചെയ്യും? അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയണ്ട. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് ആദർശ് പറയുന്നുണ്ട്.